എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈക്കോടതിയിലെത്തിയ ഒരു പാട്ടിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. പുഷ്പനയറിയാമോ ഞങ്ങളുടെ പുഷ്പനയറിയാമോ. സത്യത്തിൽ ഈ ഗാനം ആളുകളെ നന്നായി ആകർഷിക്കുന്ന ഒരു പാട്ടാണ്. അത് അമ്പലപ്പറമ്പിൽ പാടാമോ എന്നൊക്കെ ചോദിച്ചാൽ വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കാം എന്നല്ലാതെ പ്രത്യേകിച്ചൊരു കുഴപ്പവും നമ്മൾ കാണുന്നില്ല. വിഷാദവും പ്രതിഷേധവും കാൽപ്പനികതയും പ്രതീക്ഷയും അതുപോലെ സ്വഗോത്ര സ്നേഹവും പകർന്നു നൽകുന്ന നല്ല ഒരു പാട്ടാണത്. അത്തരം പാട്ടുകൾ എവിടെയും പാടാം. ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന സ്ഥലം അമ്പലപ്പറമ്പാണ്, അല്ലെങ്കിൽ പള്ളിപ്പറമ്പാണ്. അപ്പോൾ പിന്നെ അവിടെ അല്ലാതെ പിന്നെ എവിടെയാണ് നമ്മൾ ഇത്തരം പാട്ടുകൾ പാടുക? ചിലർ വലിയ ഒരു ആരോപണമായി പറയുന്നത് പാട്ടിലൂടെ രാഷ്ട്രീയം കടത്തിവിടുന്നു എന്നാണ്. അവർക്ക് ചരിത്രമൊന്നും അറിയില്ല എന്നാണ് നമ്മൾ കരുതേണ്ടത്. പണ്ട് സാംബശിവൻ എത്രയോ അമ്പലപ്പറമ്പിലെ കഥാപ്രസംഗങ്ങൾ കാച്ചിട്ടുണ്ട്. അതിനിടയിൽ അദ്ദേഹം തൻ്റെ ഇടത് രാഷ്ട്രീയം തന്നെയാണ് നന്നായി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒരിക്കൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ സാംബശിവൻ്റെ ഒപ്പമായിരുന്നു. സാംബശിവനെ അറസ്റ്റ് ചെയ്ത കരുണാകരൻ്റെ ഒപ്പമായിരുന്നില്ല. ചില കലാകാരന്മാർ അവർ വിശ്വസിക്കുന്ന ആശയങ്ങളെ ജനങ്ങൾക്കുള്ളിൽ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അത് നിർവഹിക്കുന്നു. അതിനെയാണ് നമ്മൾ ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇതിനെ തടയുന്നതിനേക്കാൾ നല്ലത് കൂടുതൽ മികച്ച ഒന്ന് അവതരിപ്പിക്കുകയാണ്. എന്താണ് ഈ വിമർശകർക്ക് അങ്ങനെയൊന്ന് ചെയ്തുകൂടെ? അതല്ലേ ഈ ബഹുസ്വരതയുടെ ഒരു ലക്ഷണം? സംഘപരിവാർ ടീമും ഇതുപോലെ ചിലയിടത്ത് ചില പ്രൊപ്പഗൻഡ പാട്ടുകൾ കുത്തിക്കയറ്റാറുണ്ട്, പാടാറുണ്ട്. CPM-കാർക്ക് പുഷ്പനാണെങ്കിൽ സംഘികൾക്ക് ആ സ്ഥാനത്തൊരു കേശവ് ജിയാണ്. ഡോക്ടർ കേശവ് ബലിറാം ഖഡ്ഗവാർ എന്ന ഒരു ബ്രാഹ്മണനെയാണ് അവർ സ്തുതിച്ചു പാടുന്നത്. പരിവാറുകാരന് ബ്രാഹ്മണ സ്തുതി ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല, മറിച്ച് പ്രസ്തുത ബ്രാഹ്മണൻ RSS സ്ഥാപിച്ച ഒരു ബ്രാഹ്മണൻ ആയതാണ് അതിൻ്റെ കാരണം. ആ പാട്ട് തന്നെ ഇങ്ങനെയാണ്: നമസ്കരിപ്പു ഭാരതമങ്ങെ സ്മരണയെ ആ നമ്രം, നമസ്കരിപ്പു കേശവ ഭാരത ഭാഗ്യവിധാതാവേ. പുഷ്പനയറിയാമോ എന്ന പാട്ടായാലും കേശവ്ജിയെ പറ്റിയുള്ള ഈ പാട്ടായാലും രണ്ടും ഏറ്റവും ലളിതമായ ട്യൂണിൽ മെനഞ്ഞെടുത്ത ഗാനങ്ങളാണ്. വേഗം നമ്മുടെ മനസ്സിൽ കയറി കൊളുത്തും. ഇതുപോലെ മനസ്സിൽ കൊളുത്തിയ പല പാട്ടുകളുമുണ്ട്. പണ്ട് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന പാട്ടുണ്ടായിരുന്നു. അത് എത്രയോ പള്ളിപ്പറമ്പുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ചില ഗാനങ്ങൾക്ക് ജാതിയും മതവും രാഷ്ട്രീയ വ്യത്യാസവും ഒന്നുമില്ല. അതിൽപ്പെടുന്ന ഒരു പാട്ട് തന്നെയാണ് പുഷ്പനെ അറിയാമോ എന്ന പാട്ട്. ഇത് മനസ്സിലാക്കാതെ ഇക്കാര്യവും പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കി അതിൽ ചിലർ കടക്കൽ ക്ഷേത്രത്തിൻ്റെ പേരിൽ ഹൈക്കോടതിയിൽ തന്നെ ചില കേസിൽ പോയി എന്ന വാർത്തയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ക്ഷേത്രോത്സവങ്ങളിൽ ഗാനമേളകൾ നടക്കുന്നു എന്നത് തന്നെ ഹൈക്കോടതിക്ക് പുതിയ വാർത്തയായിരുന്നത്രേ. ഇവർക്കൊക്കെ സർവശക്തരായ ഭഗവാൻ തന്നെ സ്റ്റഡി ക്ലാസ് നടത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അതുപോലെ ഗായകനായ അലോഷിക്ക് കൂടുതൽ വേദികൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പുഷ്പനെ അറിയാമോ എന്ന പാട്ടിലേക്ക്, അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരാം. പുഷ്പനെ അറിയാമോ എന്നാണല്ലോ ആ പാട്ടിലെ ചോദ്യം. തീർച്ചയായും എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയം അറിയുന്ന ആരോട് ചോദിച്ചാലും പുഷ്പനെ അവർക്കെല്ലാം അറിയും. മലയാളികൾക്കെല്ലാം ഇന്ന് പുഷ്പനെ അറിയാം. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ചോദ്യം വേറെയാണ്. പുഷ്പന് അറിയാമോ എന്നാണ് എൻ്റെ ചോദ്യം. പുഷ്പൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു. പുഷ്പനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലവും ആ പാർട്ടി തന്നെ. ഒരു പാർട്ടി അനുഭാവി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു പാർട്ടി മെമ്പർ എന്ന നിലയിൽ പുഷ്പൻ വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഓരോ കാലങ്ങളിലും തൻ്റെ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട നേതാക്കൾ വിവേകപൂർവ്വം ചിന്തിച്ചെടുക്കുന്നതായിരിക്കും എന്ന് അദ്ദേഹം കരുതി കാണണം. ഉദാഹരണമായി സെക്രട്ടേറിയറ്റ് ആണല്ലോ ആ പാർട്ടിയുടെ സംസ്ഥാനത്തിലെ ഉന്നത സമിതി. അതിലെ അംഗങ്ങളെല്ലാം അടുക്കാൻ പറ്റാത്തത്ര വിവേകശാലികളായ വ്യക്തികളാണെന്ന് ഒരു പാർട്ടി അനുഭാവി കരുതും. അതായത് പുഷ്പനെ പോലുള്ളവർ കരുതുന്നു. നേതാക്കൾ എടുക്കുന്ന ഒരു തീരുമാനം ഒരിക്കലും തെറ്റുകയില്ല എന്നവർ വിശ്വസിക്കുന്നു. 1994 കാലത്ത് പുഷ്പൻ്റെ വീടിനടുത്തൊരു മെഡിക്കൽ കോളേജ് വരാൻ പോവുകയാണ്. അത് വരുന്നത് സ്വകാര്യ മേഖലയിലല്ല, സഹകരണ മേഖലയിലാണ്. സഹകരണ മേഖല എന്നാൽ സ്വകാര്യ മേഖല പോലല്ല എന്ന കാര്യം പുഷ്പനും അറിയാവുന്ന കാര്യമാണ്. സഹകരണ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് നാട്ടി വന്നാൽ അവിടെ ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാൻ കഴിയില്ല. ഉദാഹരണമായി ദളിത് സംവരണം കൊടുക്കാതിരിക്കാൻ കഴിയില്ല, പിന്നോക്ക സംവരണം കൊടുക്കാതിരിക്കാൻ കഴിയില്ല. പണക്കാർക്ക് മാത്രം പഠിക്കാൻ കഴിയുന്ന ഒരു കോളേജായി അതിനെ മാറ്റാനും കഴിയില്ല. പക്ഷേ പാർട്ടി നേതൃത്വം ബുദ്ധിപൂർവ്വം ആലോചിച്ച് അനുഭാവികളോട് പറഞ്ഞു, നിങ്ങൾ ഈ കോളേജിനെ എതിർക്കണം,
നാം 1957 മുതൽ പടുത്തുയർത്തിയ ഒരു വിദ്യാഭ്യാസ മോഡലുണ്ട്. ആ മോഡലിനെ തകർത്ത് വിദ്യാഭ്യാസ മേഖലയെ മൊത്തത്തിൽ സാമ്രാജ്യത്വ ശക്തികൾക്ക് അടിയറ വയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പുഷ്പനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പുഷ്പനെ പോലുള്ള അനുയായികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അറിവായിരുന്നു. ആ അറിവിൽ സംശയിക്കേണ്ടതില്ല. കാരണം പുഷ്പൻ്റെ നിഷ്കളങ്കമായ ചിന്തയിൽ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിലാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ മനുഷ്യസ്നേഹികളുള്ളത്. അവർക്കൊരിക്കലും തെറ്റുപറ്റില്ല. 1994 നവംബർ 25 അന്ന് പുഷ്പൻ്റെ നാട്ടിൽ ഒരു മുതലാളിത്ത സാമ്രാജ്യത്വ മൂരാച്ചിയുടെ ആഗമനമുണ്ടായി. ബൂർഷ ജനാധിപത്യ ക്രമത്തിൽ മന്ത്രി എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു അവതാരം പുഷ്പനോടും മറ്റ് സഖാക്കളോടും പാർട്ടി പറഞ്ഞു, അവനെ തടയണം, നമ്മുടെ അവസാനത്തെ ചാൻസാണ്. ഇന്ന് നമ്മൾ അവനെ തടഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മുടെ നാടില്ല, നമ്മുടെ വിദ്യാഭ്യാസ മോഡലില്ല, നമ്മുടെ ആത്മാഭിമാനമില്ല. പുഷ്പനും സഖാക്കളും വേറൊന്നും നോക്കിയില്ല. അവർ ഒരു വലിയ ജാഥയായി ആ മൂരാച്ചി മന്ത്രിയെ തടയാൻ വേണ്ടി മുന്നോട്ട് നീങ്ങി. കുത്തക മുതലാളിത്തത്തിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയെ രക്ഷിച്ചെടുക്കാനുള്ള ലാസ്റ്റ് ചാൻസ് അവർ ഉപയോഗിച്ചു. നേതാക്കൾ പ്രതീക്ഷിച്ച പോലെ തോക്കുകൾ ഗർജിച്ചു. സഖാക്കൾ പ്രതീക്ഷിക്കാത്ത പോലെ പലർക്കും വെടിയേറ്റു. 5 സഖാക്കൾ ഉടനടി മരിച്ചു. പുഷ്പന് നട്ടെല്ലിൽ വെടിയേറ്റു. പക്ഷെ മരിച്ചില്ല, ജീവൻ കഷ്ടിച്ച് തിരിച്ചു കിട്ടി. അതുവരേക്കും വളരെ എനർജറ്റിക്കായി മുന്നോട്ട് പോയിരുന്ന ഒരു മനുഷ്യ ജീവിതം 4 ചുമരുകൾ തീർത്ത തടവറയിലെ ഒരു 6 അടി കട്ടിലിൽ ഒരു ചോദ്യചിഹ്നം പോലെ കിടന്നു. സഖാക്കൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചില്ല, പാർട്ടിയും ഉപേക്ഷിച്ചില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയായി പുഷ്പൻ മാറി. കവികളും കലാകാരന്മാരും അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തി. മനുഷ്യരാശിക്ക് വേണ്ടി പോരാടി വെടികൊണ്ട് കിടക്കുന്ന പുഷ്പനെ നാട്ടുകാർ അറിയണം. അവർ ജനങ്ങളോട് പാട്ടുപാടി, പാട്ട് രചിച്ചു. അവർ പാടി ചോദിച്ചു, പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ, സഖാവിനെ അറിയാമോ, ആരണഗാഥയറിയാമോ. 8 വയസ്സുള്ള ഒരു പെൺകുട്ടി ആ ഗാനം ഏറ്റെടുത്തു. മലയാളിയുടെ മനസ്സുലയ്ക്കും മട്ടിൽ അവൾ പാടി, പല്ലനയാറ്റിനുമറിയാം, കനകമണിക്കാറ്റിനുമറിയാം, തണ്ടൊടിഞ്ഞിട്ടും വാടാതെങ്ങനെ നിൽപ്പാണവനൊരു ചെമ്പനി നീർപ്പൂവ്, അവനൊരു നാടിൻ തേങ്ങലാണേങ്ങലാൺ, ഉയിരാണുശിരാണ്. പുഷ്പന് വെടികൊണ്ട് 4 കൊല്ലം കഴിഞ്ഞ സമയം. മുമ്പ് പറഞ്ഞതുപോലെ ഇക്കാലം അത്രയും 4 ചുവരുകൾക്കുള്ളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോകം. ആ സമയത്താണ് പുഷ്പൻ്റെ പാർട്ടിയുടെ അത്യുന്നത നേതാവിൻ്റെ മകൾക്ക് എൻജിനീയറിംഗ് ടെസ്റ്റ് എഴുതാനുള്ള പ്രായമായത്. സാമ്രാജ്യത്വ ശക്തികളുടെ ഇടപെടലുകൾ മൂലം ആ കുട്ടിക്ക് കേരളത്തിലെ സർക്കാർ വക എൻജിനീയറിംഗ് കോളേജുകളിലൊന്നും അഡ്മിഷൻ തരപ്പെട്ടിരുന്നില്ല. പുത്രി സ്നേഹം മൂലം നേതാവിൻ്റെ ഹൃദയം തരളിതമായി. മകളുടെ ഭാവി എന്താകും? അപ്പോഴാണ് ആ നേതാവിൻ്റെ മനസ്സിൽ ചേട്ടൻ്റെ സ്ഥാനമുള്ളൊരു നായർ പ്രത്യക്ഷപ്പെട്ടത്. കിഴക്കേ ജർമ്മനിയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ബുദ്ധി ഉപദേശിച്ച് മടുത്ത് കേരളത്തിൽ തിരിച്ചെത്തിയായിരുന്നു അദ്ദേഹം. നായരുടെ കയ്യിൽ ഒരു ഒറ്റമൂലിയുണ്ട്. നായർ ആ ഒറ്റമൂലി പുറത്തെടുത്തു. സഖാവേ, ഒരു വഴിയുണ്ട്. തൃശ്ശൂരിൽ നിന്നും കോയമ്പത്തൂർക്ക് പോകുന്ന വഴിയിൽ തമിഴ്നാട് ബോർഡറിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. ലോകത്തിലെ എല്ലാ മക്കളുടെയും അമ്മയായ ഒരു മാതാശ്രീയാണ് അതിൻ്റെ നടത്തിപ്പ്. അവിടെ അഡ്മിഷൻ ലഭിച്ച എല്ലാവർക്കും പ്ലേസ്മെൻറ്റ് ഉറപ്പാണ്. പഠിത്തം കഴിഞ്ഞാൽ ഉടൻ ജോലി. പക്ഷേ അതൊരു സ്വാശ്രയ കോളേജാണ്. നമ്മുടെ പാർട്ടി സഹകരണ മേഖലയിൽ പോലും എഞ്ചിനീയറിംഗ് കോളേജ് പറ്റില്ല എന്ന് പറയുന്ന പാർട്ടിയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സ്വാശ്രയ കോളേജിൽ മോളെ പഠിപ്പിക്കുക? ഈ ഒരു ഇരട്ടത്താപ്പ് മാത്രമാണ് നമ്മുടെ ഒരു പ്രശ്നം. അല്ലാതെ മോൾക്ക് അവിടെ സീറ്റ് കിട്ടാൻ പ്രശ്നമൊന്നുമില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ മകൾക്ക് നൽകാനുള്ള ഒരു സീറ്റ് ഏതും മാതാവിൻ്റെ അടുത്തും ഉണ്ടാകും. നേതാവ് ചുറ്റും നോക്കിയപ്പോൾ പല സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും മക്കൾ ഉണ്ടെന്ന് കണ്ടു. അവർക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ വന്നെങ്കിലോ? അവർക്ക് വേണ്ടി താൻ തന്നെ എല്ലാ കുരിശും ചുമക്കാമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. അങ്ങനെ മോളെ അവിടെ ചേർത്തു. പിന്നീട് തൻ്റെ വഴിയിലേക്ക് തൻ്റെ പാർട്ടിയെ പതുക്കെ കൊണ്ടുവന്നു. പാർട്ടിയുടെ പഴഞ്ചൻ നയം സ്വാശ്രയ കോളേജുകൾക്ക് അനുകൂലമായി തിരുത്തി. പാർട്ടിയിൽ നടന്ന ഈ പൊളിച്ചെഴുത്ത് പുഷ്പൻ അറിഞ്ഞിരുന്നു പോകും. അറിഞ്ഞാലും പേഴ്സണലായി അദ്ദേഹത്തിന് പ്രയോജനപ്പെടുമോ? പാർട്ടിയുടെ പഴയ നയം മൂലം നഷ്ടപ്പെട്ട സ്വന്തം തണ്ടല് പുതിയ നയം മൂലം ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ലല്ലോ. ഇത്തരം കാര്യങ്ങളൊന്നും അറിയാതെ തന്നെയാകുമോ 10-25 വർഷം കൂടി പുഷ്പൻ ജീവിച്ചത്? സഖാക്കളെ സംബന്ധിച്ചിടത്തോളം പുഷ്പൻ ഇന്നും ഒരു ആവേശമാണ്. ത്യാഗത്തിൻ്റെയും കൂറിൻ്റെയും ആദർശത്തിൻ്റെയും പ്രതീകം. അതുകൊണ്ട് അവർ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നത് പുഷ്പനെ അറിയാമോ എന്നാണ്. പക്ഷേ ഞാൻ പാടാറുള്ളത് പുഷ്പനെ അറിയാമോ, ഇതെല്ലാം പുഷ്പനെ അറിയാമോ എന്ന് മാത്രമാണ്.